ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതാ ഗൈസ്, നമ്മുടെ നിവേദം ഉണ്ട്. അവിടെ ഒരു ബർഗറൊക്കെ. നീ ബർഗർ കഴിച്ചോ? പെപ്സി ഞാൻ തരികയല്ല. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ വരുന്നതിന് മുമ്പ് അലൻ ചൂണ്ടയിടാൻ പോയൊരു അടിപൊളി വോയിസ് ഒക്കെ കിട്ടുന്നത് ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മുക്കത്തെ മാൾ ഓഫ് മുക്കത്തിലാണ്. അവിടെ ഒരു മുക്കത്തൊരു പ്രധാനപ്പെട്ട ഒരു മാളാണ്. ഓക്കെ, ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, സിനിമ 9:15 കേട്ടോ സിനിമ ഉള്ളത്. രാത്രി 9:15. ഇപ്പം ഏകദേശം സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് 9 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് തിയേറ്ററിലേക്ക് എത്താൻ പറ്റൂട്ടാ. എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി തിയേറ്ററിൽ എത്തിയിട്ട് കാണാം. പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം. എന്ത് നന്നായി. അപ്പോൾ ഗൈസ്, നമ്മൾ പതിയെ നീങ്ങാട്ടാ. ഇവന് കുറച്ച് മൊബൈലിൽ റീചാർജ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഒരു മൊബൈൽ റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് റീചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ താഴോട്ടേക്ക് പോകട്ടാ. അപ്പോൾ അടുക്കല്ലേ എങ്ങനെ കൊണ്ട് ലിഫ്റ്റാ? എന്നാൽ ലിഫ്റ്റ് എന്നാൽ എസ്കലേറ്റർ എന്നാൽ നമുക്ക് എസ്കലേറ്റർ പോകട്ടാ. എസ്കലേറ്റർ തന്നെയല്ലേ? ഓട്ടോമാറ്റിക് കോണി. ഓട്ടോമാറ്റിക് കോണി. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാം ഗൈസ്. ഗൈസ്, ഇത്രയും നേരം നല്ല തണുപ്പുണ്ടായിരുന്നിട്ടാ. അതായത് നമ്മൾ സ്വർഗത്തിൽ നിന്നിപ്പോൾ നരകത്തിൽ ഈ ഡോറ് വഴി പോകാൻ പോട്ടാ. ചൂടിയാണ് നമ്മൾ നരകം ഉദ്ദേശിച്ചത്. പൊള്ളി. അയ്യോ, നല്ല ചൂടാട്ടാ. രാത്രിയാണെങ്കിൽ നല്ല ചൂട്. തപ്പിയുള്ള ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് കാണാം ഗൈസ്. ഗൈസ്, നമ്മളിതാ നിവേദിൻ്റെ ഫോണിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിലോട്ട് പോവുകയാണ്. നമ്മുടെ മുക്കം റോസ് തിയേറ്ററിലാട്ടാ സിനിമ, വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും നമുക്ക് തിയേറ്ററിലോട്ട് പോകാം, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും തിയേറ്ററിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. ഓക്കെ, വേറെ സീറ്റൊന്നുമില്ല, വർഷങ്ങൾക്ക് ശേഷം ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്താ ഓക്കെ, അപ്പം തന്നെ നമ്മൾ തിയേറ്ററിലോട്ട് കയറാൻ പോകണം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ടിക്കറ്റിലൊരു കോമഡി ഉണ്ട് കേട്ടോ. ആ കോമഡി എന്താണെന്ന് കയറുമ്പോൾ കാണിച്ചു തരാം. സസ്പെൻസാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ തിയേറ്ററിനുള്ളിൽ കയറിയിട്ടുണ്ടേ. നമ്മുടെ സീറ്റൊന്ന് കണ്ടുപിടിക്കണം. കോമഡി എന്താന്ന് വെച്ചാൽ നീ അവിടെ അടുത്തിട്ട് മൂലായി പോല സംഭവം. കോമഡി എന്താണെന്നറിയോ? ഞാൻ സീല്, ഇവൻ ഡീല്. ഇവൻ സീല്, ഞാൻ ഡീല്. അവസ്ഥ എന്താ വെച്ചാൽ ബുക്ക് ചെയ്തപ്പം സീറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് കേട്ടോ. എന്തായാലും സാരമില്ല, നമുക്ക് ഇവിടെ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് സിംഗിളായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് അവരെ ആക്കാം. അപ്പോൾ എന്തായാലും സിനിമ തുടങ്ങട്ടെ. ഇന്നെന്തായാലും ഇൻ്റർവെല്ലിൽ കാണാം കേട്ടോ. ബൈ ബൈ ഗൈസ്. ഇൻ്റർവെല്ലായിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ല ഫീൽ ഗുഡ് സിനിമയാണ്. പകുതി കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി സിനിമ കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണാം. സിനിമ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മെയിൻ റിവ്യൂ ഉണ്ട് കേട്ടോ, ലോങ് റിവ്യൂ. ഓക്കെ, ഞാൻ മാത്രമേ ഗൈസ്. അപ്പോൾ സമയം ഏകദേശം 12:30 ആവാറായിട്ടാ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിഡിലൻ സിനിമ. നമ്മളെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് ബോറടിക്കുകയില്ല. മാത്രമല്ല ഒരേ സമയത്ത് നമ്മളെ എന്താ പറയുക, സങ്കടം ചിരിപ്പിക്കുകയും ചിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിവിൻ പോളി എൻ്റെ മോനെ സൂപ്പർ. പിന്നെ പണ്ടത്തെ സിനിമകളുടെ ഡയലോഗ് കുറച്ച്, പക്ഷേ അടിപൊളിയാണ്. ഓക്കെ, കൂടുതൽ ഞങ്ങൾ സ്പോയിലർ ആക്കുന്നത് നിങ്ങൾ എന്തായാലും പോയി കാണാൻ പറ്റിയ മൂവിയാണ്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ കിഡിലൻ മൂവി ആട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ മൂവിയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ കുടുംബസമേതം പോയി കാണുക.
അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ അഭിപ്രായമൊക്കെ കമന്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കണ്ടന്റുകളായിട്ട് വരാം ഗൈസ്. ബൈ.